ഒരു ചൈനീസ് പട്ടാളക്കാർ പാകിസ്ഥാനിലേക്ക് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ ഒരു മിലിറ്ററി വാരിയർ 8 എന്ന് പേരിട്ടുകൊണ്ട് ഒരു മിലിറ്ററി ജോയിന്റ് ട്രെയിനിങ് അത് നടത്താനാണ് വരുന്നത്. ആ ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത്. അപ്പൊ ഇത് അവര് എന്തുകൊണ്ടാണ് വരുന്നതിനുള്ള ലക്ഷ്യം വളരെ വ്യക്തമാണ്. അത് പാകിസ്ഥാനിൽ തുടരെ നടന്നു വരുന്ന ഈ ഒരു തീവ്രവാദ നടപടികൾക്കെതിരെയാണ് അവർ ആന്റി ടെറർ വിഭാഗങ്ങളിലെ കൂടുതൽ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചൈനയ്ക്ക് എവിടെ നിന്നാണ് തീവ്രവാദികളുമായിട്ട് ഫൈറ്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ളത്? ചൈനയ്ക്കകത്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ശരിക്കും ചൈനീസ് ആർമി വേണമെങ്കിൽ നമ്പറിൽ കുറച്ച് കൂടുതലായിരിക്കാം. പിന്നെ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ അവർ കുറച്ച് സാധനങ്ങളൊക്കെ ചൈനയിൽ നല്ല സാധനങ്ങളും അവർക്ക് ഉണ്ടാക്കാൻ അറിയാം. അതേപോലെ ക്വാളിറ്റി കുറഞ്ഞ സാധനം അവർക്ക് ഉണ്ടാക്കാൻ അറിയാം. 2 ഗ്രേഡിലും അവർക്ക് സാധനം ഉണ്ടാക്കാൻ അറിയാം. നമുക്ക് 10 രൂപയ്ക്ക് ഒരു ബുള്ളറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ 10 രൂപയ്ക്ക് ഉണ്ടാക്കി തരും. അത്രേ ഉള്ളൂ. ആ രീതിയിൽ ചൈനയിൽ പ്രൊഡക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതൊരു ഫാക്റ്റാണ്. അപ്പം ചൈനയിൽ നിന്ന് 300 പേര് ബാച്ച് ആയിട്ടാണ് വന്ന് പാകിസ്ഥാനിൽ ഇറങ്ങിയിരിക്കുന്നത്. Y-20 എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റിലാണ് അവർ ബാച്ച് ആയിട്ട് വന്നത്. അതേപോലെ അവർ വെപ്പൺസും എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ട്രെയിനിങ്ങിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ 5 ദിവസം 10 ദിവസമൊക്കെയാണ് ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ ട്രെയിനിങ് അവർ ഓർഗനൈസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ട്രെയിനിങ് 1 മാസത്തേക്കാണ്, 30 ദിവസത്തേക്കാണ്. അപ്പൊ ഇതിനെ ചൊല്ലി ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ അടുത്ത് ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഈ ഒരു ട്രെയിനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും, നിങ്ങൾ എന്തിനാണ് പാകിസ്ഥാനിൽ പോകുന്നത്, എന്തിനാണ് ഈ 1 മാസം ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്യൂറേഷനിൽ ഒരു പരിശീലനം അവിടെ ക്യാമ്പ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതില് വളരെ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞു വെക്കുന്നത്, ഞങ്ങൾ പാകിസ്ഥാൻ ആർമിയെ സഹായിക്കാൻ പോവാണെന്നാണ് പുള്ളി ഓപ്പൺ ആയിട്ട് ഒരു ബ്ലണ്ടർ വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഞാനിതാ പേപ്പർ കട്ടിങ് കൂടെ വെക്കാം. പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് പരീക്ഷണം മാത്രമല്ല, പാകിസ്ഥാന്റെ ആർമിയെ സഹായിക്കാൻ കൂടെയാണ് പോകുന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ബലൂചിസ്ഥാനികളെയും അതേപോലെ തെഹ്രീക്ക് താലിബാനെയും നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് തുടരെ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അറ്റാക്സ് ഉണ്ട്, തീവ്രവാദപരമായ നടപടി എന്നാണ് അവർ പാകിസ്ഥാനികളെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു കാതലായ പ്രശ്നം കിടക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്ക ഇതിനകത്ത് എങ്ങനെയാണ് ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ, ശരിക്കും ഈ ബലൂച്ച് ആർമികളെ ഏറ്റവും കൂടുതൽ വെപ്പൺ എല്ലാം കൊടുത്ത് സഹായിച്ചത് നമ്മുടെ അമേരിക്കയാണ്. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്നും വിട്ടുപോയ സമയത്ത് ഒരുപാട് എക്യുപ്മെന്റ്സ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയത്. അവരതിനെ തിരിച്ചു കൊണ്ടുപോയില്ല. അമേരിക്കയെ പോലെ ഇത്രയും ഈ മിലിറ്ററി പരമായ കാര്യങ്ങളിലൊക്കെ ഇത്രയും എഫക്റ്റീവ് ആയിട്ട് പെന്റഗൺ പോലത്തെ സ്ഥാപനങ്ങളൊക്കെ വെച്ച് പോകുന്ന ഒരു ഡെവലപ്ഡ് നേഷൻ, ഒരു ലോക പോലീസ് കളിക്കുന്ന ഒരു നേഷൻ ഇത്രയും എക്യുപ്മെന്റ്സ് ഇവിടെ വിട്ടിട്ട് പോയത് എന്തിനാണ്? ഒരു എയർക്രാഫ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പീരങ്കി ആയിക്കോട്ടെ, ഇതിലെല്ലാം അമേരിക്കയുടെ ടെക്നോളജി ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇത്രയും ടെക്നോളജികളെയും അവർ നിലനിർത്തിക്കൊണ്ട് അത് വിട്ടിട്ട് പോയത് എന്തിനാണ്? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് അമേരിക്ക എന്തോ വിട്ടിട്ട് പോകുന്നു, എല്ലാം ഓടിപ്പോകുന്നു, അവിടെ ഫൈറ്റ് തെളിഞ്ഞ് അവർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക അഫ്ഗാനിസ്ഥാന്റെ കാര്യങ്ങളൊക്കെ നടത്തി തീർത്ത് ഇനി അവർക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ എക്കണോമിക് നഷ്ടം വരും എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവർ പിൻവലിഞ്ഞത്. പക്ഷെ അവർ പിൻവലിഞ്ഞ സമയത്ത് താലിബാനുകളുമായിട്ട് അവർ നല്ല രീതിയിലുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടാണ് പോയത്. ഖത്തറിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് ഒക്കെ നടന്നത്. അപ്പൊ ആ രീതിയിൽ മീറ്റിംഗ് ഒക്കെ നടത്തി അവരൊരു കൺസോളിഡേഷനിൽ എത്തിയിട്ടാണ് അവർ അവിടെ നിന്ന് പിൻവലിഞ്ഞ് പോകുന്നത്. അപ്പൊ അമേരിക്കയുടെ വെപ്പൺസ് നല്ല രീതിയിൽ താലിബാന്റെ കയ്യിലും അതേപോലെ നമ്മുടെ ബലൂചിസ്ഥാന്റെ കയ്യിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇന്ത്യക്ക് ഈ ബലൂചിസ്ഥാനുമായിട്ട് എന്താണ് റോൾ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ ഉള്ളിലെ ഹോസ്പിറ്റലുകളിൽ ഈ ബലൂചിസ്ഥാൻ ആർമിയിൽപ്പെട്ട ആൾക്കാർ വേറെ പേരുകളിൽ മറ്റുള്ള രാജ്യം വഴി വരുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇനി ഇന്ത്യ അറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ അവർ ഇന്ത്യയിൽ എത്തിപ്പെട്ട് ചികിത്സ നേടുന്നതായിരിക്കാം. പക്ഷേ ഈ ബലൂചിസ്ഥാൻ ഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇന്ത്യക്കുള്ളിൽ പലരും ചികിത്സ നേടുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് കിടപ്പുണ്ട്. അത് പബ്ലിക് ഡൊമൈനിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ്. കാരണം ഈ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ഇതേപോലെ സീക്രട്ട് ആയിട്ടുള്ള ഇന്റലിജൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു പരിധിക്ക് കൂടുതൽ അങ്ങ് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ്. ഇനിയിപ്പോ ഇതിനകത്ത് എന്തെങ്കിലും ഇതിൽ കൂടുതൽ നമ്മൾ വായിച്ചും മനസ്സിലാക്കിയുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയെ ഹാം ചെയ്യുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നാഷണാലിറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സോവറനിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ അത് എന്റെ വാർത്താ ചാനൽ ഞാൻ പറയത്തില്ല എന്നുള്ളതാണ്. അത് ഞാൻ തീർത്ത് പറയാം. ഇപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ ചോദ്യചിഹ്നമാവുന്നുണ്ട് പാകിസ്ഥാൻ. ഒന്ന്, ഈ തുടരെ നടന്ന ഒരു അറ്റാക്ക് ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നും ഈ ഖൈബർ പഖ്തൂൺവ എന്ന് പറഞ്ഞ ഈ ഒരു പാക് താലിബാനുകൾ, അതായത് ഈ ഒരു തെഹ്രീക്ക് താലിബാൻ എന്ന് പറഞ്ഞ രീതിയിലുള്ള ആ ഒരു രീതിയിൽ നിന്ന് പറയുന്ന അറ്റാക്കും ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ചൈനീസ് എംപ്ലോയീസ് അവിടെ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്.
അത് ശരിക്കും പറഞ്ഞാൽ ഈ ബലൂചിസ്ഥാനികളുടെ പ്രതിഷേധമാണ്. കാരണം അവിടുത്തെ ലോക്കൽസിന് ജോലി കൊടുക്കാതെ ഇവര് ചൈനക്കാരെ കൊണ്ടത്, ചൈന ഏതാണ്ട് $70 ബില്യണോളം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 70 ബില്യൺ, $70 ബില്യൺ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ? പാകിസ്ഥാനിൽ. ചൈനയ്ക്ക് ഏറ്റവും വേണ്ടത് എന്താണ്? ചൈനയ്ക്ക് വേണ്ടത് ഈ കോറിഡോർ നടപ്പാക്കുക എന്നുള്ളതാണ്. ഈ സീപക് എന്ന് പറഞ്ഞ ഈ ഒരു സിൽക്ക് റൂട്ടിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ സീപക്. ഈ സീപക് കൊണ്ട് ചൈന എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും വിചാരിക്കും ഇങ്ങനെ മാല പോലെ ഒരു വഴി ഇങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോകാനാണ്, ഒരു ട്രേഡ് റൂട്ട് ഉണ്ടാക്കാനാണെന്നാണ്. ഇല്ല, ഈ സീപക് കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഇറാനിൽ നിന്ന് എടുക്കുന്ന എണ്ണ വളരെ കൃത്യമായി, വളരെ ഷോർട്ട് കട്ടായിട്ട് ഇന്ത്യയെ ചുറ്റി കറങ്ങി മലാക്ക സ്ട്രീറ്റ് അതൊക്കെ വന്ന് കറങ്ങി ഇങ്ങനെ കയറി പോകാൻ ചൈനയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ചൈന കണ്ടെത്തിയ ഒരു ഷോർട്ട് കട്ടാണ് ഈ സീപക് വഴി ചൈനയിൽ നിന്ന് ഗൗഡാർ പോർട്ട് വഴി ഈ സാധനം എടുത്ത് നേരെ ചൈനയിലോട്ട് കൊണ്ടുപോകാനാണ്. അവിടെ ആ ഒരു ഷക്സാങ് വാലി ഉണ്ടല്ലോ, ഷക്സാങ് വാലി, ആ ഷക്സാങ് വാലി വഴി, അതായത് ആ സിയാച്ചിന്റെ ആ താഴത്തെ അതിലേക്കൂടെ ഷക്സാങ് വാലിയിലൂടെ അവർക്ക് ചൈനയിലോട്ട് ഇറങ്ങാനാണ് അവർ പദ്ധതി ഇടുന്നത്. ഇത് എൻറ്റയർ സിൽക്ക് റൂട്ട് നടന്നാലും നടന്നില്ലെങ്കിലും ചൈനയ്ക്ക് വളരെ നിർബന്ധമാണ് ഈ ഒരു റൂട്ട് നടപ്പാവണമെന്നുള്ളത്, ഈ സീപക്. ഇതുകൊണ്ടാണ് സീപക് ഇറാനിൽ നിന്നും ഏറ്റവും കൂടുതൽ വളരെ ക്വിക്കായിട്ട് ഓയിൽ ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഈ കടൽ മാർഗമുള്ള റൂട്ട് ഒഴിവാക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. ഇതാണ് ത്രൂ ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അമേരിക്ക നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ അതിനകത്ത് കയറി അങ്ങ് തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. കാരണം ഈ പാകിസ്ഥാൻ കൂടുതൽ ചൈനയുമായിട്ട് കൂടുതൽ അലയൻസ് വെച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ കുറച്ച് കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് ഒരു ത്രെട്ട് വിട്ടുകൊണ്ട് അതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയും ഓപ്പൺ ആയിട്ട് അത്ര ഫുൾ ആയിട്ട് അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള സപ്പോർട്ടും റെസ്പോൺസും എങ്ങനെ വരും എന്നുള്ളത് അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ അറിയാം. കാരണം ഇന്ത്യയുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു രാജ്യമാണ്. ഓൺ പോളിസി, നമുക്ക് സ്വന്തമായി ഡിപ്ലോമാറ്റിക് പോളിസി ഉള്ള. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ ഒരു ആട്ടത്തിനൊത്ത് വളഞ്ഞു നിൽക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്തിന്റെ താല്പര്യം അനുസരിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ ഡിപ്ലോമസി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കശ്മീരിന്റെ ഒരു എക്സ്റ്റെൻഡഡ് പോർഷൻ ആയിട്ടുള്ള ആ ഒരു ഗൽജിത്തിലൂടെ പോകുന്ന റൂട്ടിനൊക്കെ കയറി ഇടപെടണോ എന്നുള്ളത് ഒരു ഡൗട്ടുമായിട്ടാണ് അമേരിക്ക നിന്നത്. ഇപ്പം ചൈന അങ്ങനെ ഒരു റൂട്ട് ക്ലിയർ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡോ പസഫിക്കില് അതേപോലെ ഇന്ത്യൻ ഓഷനിലൊക്കെ ചൈനയുടെ പ്രസൻസ് കുറയുന്നുണ്ട്. പക്ഷെ അതേസമയം ചൈന അവിടെ ഒരു ഹോബി ആയിട്ട് വന്നിങ്ങനെ അവരുടെ സബ്മറൈനും അതേപോലെ അവരുടെ വാർഷിപ്പ് ഒക്കെ കൊണ്ടുവന്ന് ചുമ്മാ അങ്ങ് ഡെമോൺസ്ട്രേറ്റ് കാണിച്ചിട്ട് ഇങ്ങനെ ജാട കാണിച്ചിട്ട് പോകുന്ന അവസ്ഥ അവിടെ ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് ഈ റൂട്ട് ഉപയോഗശൂന്യമാകുന്ന ഒരു അവസ്ഥയാണ് അതിനകത്ത് വരുന്നത്. കാരണം അവരുടെ മെയിൻ ട്രേഡ് ആയിട്ടുള്ള ഓയിൽ ട്രേഡ് ഗൗഡാർ പോർട്ടിൽ നിന്ന് നേരെ ബലൂചിസ്ഥാൻ വഴി പാകിസ്ഥാൻ ത്രൂ അവർക്ക് ചൈനയിലോട്ട് വളരെ ക്വിക്കായിട്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പൊ അത് അവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു റൂട്ടാണ്. അതുകൊണ്ടാണ് ചൈന ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. അല്ലാതെ ചൈന പാകിസ്ഥാനികളോട് അമിതമായ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പാകിസ്ഥാനികളെ നന്നാക്കി കളയാമെന്ന് വിചാരിച്ചുകൊണ്ടോ അല്ല അവിടെ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് ചൈന പാകിസ്ഥാൻ ബായ് എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. ചൈനയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള ആംബിഷൻസ് ഉണ്ട്. ചൈനയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതനുസരിച്ചാണ് ചൈന മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് അവരുടെ ട്രേഡ് റൂട്ട് അവർ മാറ്റാനുള്ള ഒരു ഉദ്ദേശമാണ്. ട്രേഡ് റൂട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ ചൈനയെ ഇവിടെ ഈ ഒരു ഇൻഡോ പസഫിക്കിൽ കിട്ടത്തില്ല. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ബംഗ്ലാദേശിന്റെ ഭാഗത്തുള്ള ആ ഒരു ഐലൻഡ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ പേരിലാണല്ലോ ഈ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതും ഈ വക കാര്യങ്ങളൊക്കെ. ഇത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന്റെ പരിപാടിയാണ് കേട്ടോ. ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബാമ ആ ഒരു രീതിയിലുള്ള കളിയല്ല ഞാൻ പറയുന്നത്. ഇത് യഥാർത്ഥ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുന്ന പെന്റഗൺ ഉൾപ്പെടെയുള്ള ആ രീതിയിലുള്ള സെക്യൂരിറ്റി ഇന്റലിജൻസ് വിങ്, അതാണ് ഞാൻ പറയുന്ന ഡീപ് സ്റ്റേറ്റ്. അല്ലാതെ ഈ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ചലിക്കുന്ന ഡീപ് സ്റ്റേറ്റ് അല്ല. ഇന്റലിജൻസ് അവരാണ് വൈറ്റ് ഹൗസുമായിട്ട് വർക്ക് ചെയ്യുന്നത്. വൈറ്റ് ഹൗസിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഇന്റലിജൻസിന്റെയും കൂടെ അമേരിക്ക ഡീപ് സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞ ഒരു ഡീപ് സ്റ്റേറ്റ്, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന് താല്പര്യമാണ് ഇവിടെ ഒരു പോർട്ട് സെന്റ് മാർട്ടിൻ ഐലൻഡിൽ ഒരു മിലിറ്ററി ബേസ് വേണം എന്നുള്ള ആഗ്രഹം. കാരണം പിന്നീട് അവർക്ക് ചൈനയെ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഏറ്റവും കിട്ടുന്ന ഒരു ലാൻഡ് മാർഗം, അവർക്ക് ഒരു ഓപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഇന്ത്യക്കുള്ളിൽ ഒരിക്കലും അവർക്കൊരു സ്ഥാനം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഉറച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ പണി തരുന്നത്. കാരണം അവരുടേതായിട്ടുള്ള പല ആക്ഷൻ പ്ലാനിലും ഇന്ത്യ കുറച്ച് വിട്ടു നിൽക്കുന്ന ഏർപ്പാടാണ്. ഇന്ത്യ എക്കണോമിക് പരമായിട്ട് വ്യാപാരപരമായിട്ട് അതിലൊക്കെ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ തന്നെയാണ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നത്, ഇങ്ങോട്ട് കിട്ടുന്നത് അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഫാക്ടർ ആയിട്ടുള്ള കാര്യങ്ങൾ, അമേരിക്കയുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ട്, അമേരിക്കയുടേതായിട്ടുള്ള ചില ഗ്ലോബൽ പൊളിറ്റിക്സിലുണ്ട്. അതിന്റെ ഉള്ളിൽ ഇന്ത്യ പോയി പെടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം. ഇന്ത്യയുടെ നിലപാടുകൾ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ശരിക്കും അമേരിക്ക എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഇപ്പൊ ശരിക്കും അമേരിക്ക ബലൂചിസ്ഥാനിലേക്ക് നല്ല രീതിയിലുള്ള വെപ്പൺ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ ബലൂചിസ്ഥാനികളുടെ കയ്യിലിരിക്കുന്ന ഗണ്ണും എല്ലാം അമേരിക്കൻ US മെയ്ഡാണ് ഈ സാധനങ്ങളെല്ലാം. പിന്നെ പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയാണ് ബ്ലെയിം ചെയ്യുന്നത്. പക്ഷെ അമേരിക്കയ്ക്ക് അറിയാം ആരാണ് ചെയ്യുന്നത് എന്നുള്ളത്.
അപ്പം ഇന്ത്യക്ക് ഒരു പക്ഷേ ബന്ധം ഉണ്ടാവാം, പക്ഷെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2000 മുതൽ 2024 വരെയുള്ള അറ്റാക്കുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടാണ് അറ്റാക്ക് നല്ല രീതിയിൽ ചെയ്തു വന്നിരിക്കുന്നത്. ഈ അറ്റാക്ക് എല്ലാ വർഷവും അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2018 നവംബർ 23-ാം തീയതി ഒരു അറ്റാക്ക് നടക്കുന്നു. അത് ചൈനീസ് കൗൺസിലേറ്റ്, കറാച്ചിയിലുള്ള ചൈനീസ് കൗൺസിലേറ്റിന് മേളിലാണ് ഈ ഒരു അറ്റാക്ക് നടക്കുന്നത്. 2019 മെയ് 11-ാം തീയതി ചൈനീസ് എംപ്ലോയീസ് താമസിച്ചിരിക്കുന്ന ഒരു ഹോട്ടൽ, ആ ഹോട്ടലിൽ ഒരു അറ്റാക്ക് നടക്കുന്നത്. പേൾ ഹോട്ടൽ എന്നാണ് പറയുന്നത്. ആ പേൾ ഹോട്ടലിൽ ഒരു അറ്റാക്ക് നടക്കുന്നത്. ഇവിടെയും ചൈനീസ് രണ്ടാമത് കുറിവെച്ച് അറ്റാക്ക് ചെയ്യുകയാണ് ചൈനീസിനെ. 2023 ഓഗസ്റ്റ് മാസം ഇതേ ഗൗഡാർ പോർട്ടിൽ ചൈനീസ് കോൺവായ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ചൈനീസ് എഞ്ചിനീയേഴ്സ് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വെഹിക്കിളിന് നേരെയാണ് ഒരു ആക്രമണം ഉണ്ടായത്. 2024 4 ആക്രമണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി, ഓഗസ്റ്റ്, ഒക്ടോബർ, നവംബർ 4 മാസങ്ങളിലായിട്ട് അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ചൈനീസ് സ്ഥാപനങ്ങൾക്കും ചൈനീസ് വർക്കേഴ്സിനും ചൈനക്കാർ ബോർഡർ കെട്ടി മറച്ചു വെച്ചിരിക്കുന്ന ആ ബോർഡർ സെക്യൂരിറ്റി ഏരിയയിലും അതേപോലെ ചൈനീസ് എംപ്ലോയീസിന് നേരെയാണ് ഈ അറ്റാക്കുകൾ മൊത്തം നടന്നിരിക്കുന്നത്. ഇതിനെ ചൊല്ലി പാകിസ്ഥാനും ചൈനയും തമ്മിൽ നല്ല തർക്കം നേരിടുകയുണ്ടായി. ആ തർക്കത്തിൽ 2 ഫോറിൻ മിനിസ്റ്റേഴ്സും തമ്മിലുള്ള ചെറിയ വാഗ്വാദങ്ങൾ സംഭവിച്ചു. അതിനുശേഷമാണ് ചൈന നിരുപാധികം പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങളുടെ എംപ്ലോയീസിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അതികഠിനമായ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതിൽ ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മുറുമുറുപ്പ് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലി വീണ്ടും ഈ പാകിസ്ഥാന്റെ മിലിറ്ററി പേഴ്സണല്ലേ മുനീർ, ആസിം മുനീർ പോയിട്ട് ചൈനയിൽ സമാധാനം കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെയാണ് ഈ കാര്യം വീണ്ടും ഒരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 300 പേരെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ട്രെയിനിങ്ങിനല്ല, പാകിസ്ഥാന്റെ ജനങ്ങൾക്കെതിരെ അവരെ അടിച്ചമർത്താൻ വേറൊരു രാജ്യത്തു നിന്നുള്ള മിലിറ്ററി ഫോഴ്സിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് ചൈനക്കാർ. അവര് ഞങ്ങളുടെ ചൈനീസ് പൗരന്മാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ സുരക്ഷതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ വരുന്നു എന്നുള്ള രീതിയിലാണ് അവർ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള, ഒരു പബ്ലിക് ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ക്രിയേറ്റ് ആയി വരുന്നത്. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഈ ചൈനീസ് മിലിറ്ററി 30 ദിവസത്തേക്ക് മാത്രമാണ് പാകിസ്ഥാനിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിൽ ഉണ്ടാവത്തില്ല. അവർ 30 ദിവസം ഈ ഒരു ബലൂചിസ്ഥാനിലുള്ള BLA ആർമിയും അതേപോലെ തെഹരീക്ക് താലിബാനും കൂടെ അടങ്ങി ഒതുങ്ങിയിരിക്കും. പക്ഷെ ഇത് 30 ദിവസം കഴിഞ്ഞ് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ ഇതൊരു സിവിൽ വാറിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു പ്രതിഷേധം 2 ഭാഗത്തു നിന്നും, ഖൈബർ പഖ്തൂൺഖ്വ അതുപോലെ ഇവിടെ ഇപ്പർ സൈഡ് ബലൂചിസ്ഥാൻ, ഈ 2 മേഖലകളും 2ആയി പിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടില് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ചൈനീസ് മിലിറ്ററി പേഴ്സൺ നമ്മളെ തട്ടി ഉണർത്തി എണ്ണീറ്റിട്ട് ചിലപ്പോൾ നമുക്ക് ചെകിളിട്ട് ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുമോ? ഇതേ സംഭവം പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്നു. പാകിസ്ഥാൻ ചെയ്യുന്ന നടപടി തീക്കളിയാണ്. ആ തീക്കളി എത്ര ദിവസത്തേക്ക് നീണ്ടുപോകുമെന്ന് അറിയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് തന്നെ വരാനുള്ള ഒരു സാധ്യത ഇതൻ മൂലം ഉരുത്തിരിഞ്ഞു വരുന്നതാണ് പറയപ്പെടുന്നത്. കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ റെജീം ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇമ്രാൻഖാന്റെ മേലുള്ള കേസുകളെല്ലാം പിൻവലിച്ചിരിക്കുകയാണ്. കോടതി നിരുപാധികം തീർപ്പാക്കി വിട്ടിരിക്കുകയാണ്. ഇമ്രാൻഖാൻ ഏത് നേരത്തും റിലീസ് ചെയ്യപ്പെടും. ഇമ്രാൻഖാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു റീ ഇലക്ഷന്റെ സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ അവർ നടത്തി വെച്ചിരിക്കുന്ന ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇല്ലീഗലായിട്ട് അവർ ഒരു എലക്ടഡ് പേഴ്സണെ, അതായത് ലീഗലി വിജയിച്ചത് അവിടെ ഇമ്രാൻഖാനാണ്, അതിനെ അവർ റദ്ദാക്കിക്കൊണ്ട് അതിന്റെ വാലിഡിറ്റി അവർ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇമ്രാൻഖാന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അവർ ക്യാൻസൽ ചെയ്തുകൊണ്ട് റദ്ദാക്കിക്കൊണ്ടാണ് ഈ ഒരു 2ാം സ്ഥാനത്ത് വന്ന ഒരു പാർട്ടി 3ാം സ്ഥാനത്ത് വന്ന പാർട്ടിയും കൂടെ ചേർന്നിട്ട് ഒരു ജോയിന്റ് പാർലമെന്റ് ആണ് ഇപ്പോൾ രൂപീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഇമ്രാൻഖാൻ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാകിസ്ഥാൻ ജനങ്ങൾക്ക് മനസ്സിലായി ചൈനയുടെ കൂടെ നിന്നിട്ട് കൂടുതലൊന്നും അങ്ങോട്ട് കിട്ടാനില്ല എന്നുള്ളതും പാകിസ്ഥാനിന് മനസ്സിലായി എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത്. കാരണം ഇത്രയും കാലം അവർ ചൈനയുടെ കൂടെ നിന്നു, പക്ഷെ എന്നാൽ അവരുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ചൈനയുടെ താല്പര്യം മൊത്തം ആ CPEC കോറിഡോർ ഇട്ട് അവരുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സ്മൂത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് 18-19 ട്രില്യൺ എക്കണോമിയുള്ള ചൈനയ്ക്ക് അവിടെ 70 ബില്യൺ എന്ന് പറയുന്നത് അവിടെ മൂക്കിപ്പടി വലിക്കുന്ന പൈസയാണ്. അപ്പൊ അതുകൊണ്ട് അവർ റോഡ് ഇടും, അതുകൊണ്ട് അവർ ഗൗഡാർ പോർട്ട് എടുത്ത് അതുവഴി അവർ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഈസി ആയിട്ടും അവർക്കുള്ള കമ്മോഡിറ്റി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യൻ ഓഷനിലേക്ക് ഒരു ഓപ്പണിംഗ് ആയിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ മുതലെടുക്കുകയാണ്. അത് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.